ഇതിനോടകം തന്നെ പ്രേതം ഇവിടെ വരുത്തി വെച്ചതെല്ലാം മാറിക്കഴിഞ്ഞു. സ്വാമി, എപ്പോഴാണ് എന്റെ മകൾക്ക് ഇനി ബോധം തിരിച്ചു വരിക? അവൾ കുറച്ചു കഴിഞ്ഞാൽ എണീറ്റോളും. നോം യാത്രയാവുകയാണ്. സംഭവിച്ചത് എല്ലാം പറയാൻ മോളെ. മോള് വാ. ചേച്ചി എന്നോട് പാച്ചയ്ക്ക് പറഞ്ഞു ഇവിടെ അടുത്തൊരു പോണ്ടുണ്ടെന്ന്. നമ്മൾ അങ്ങോട്ട് പോയാലോ? ആണോ? നമുക്കൊന്ന് പോയാലോ? അവസാനം ഓജോ ബോർഡ് കഴിക്കാൻ പോയ പോലെ ആവരുത്. പേടിപ്പിക്കില്ലടി, അതൊന്നും മറന്നു വരുന്നേ ഉള്ളൂ. അതൊക്കെ വിട്ടേ, നമുക്ക് കുളത്തിലോട്ട് പോകുന്ന കാര്യം ആലോചിക്കാം. അതിന് നിനക്ക് വഴി അറിയുമോ? ഇല്ല, പോകുന്നുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞുമത്താനും പാത്തൂട്ടിനെയും ഉസ്മാനും ചിന്നുവിനെയും ഇവാനും വിളിക്കണം. കാരണം അവർക്കല്ലേ ഇവിടുത്തെ വഴി അറിയുള്ളൂ. എല്ലാവരും കൂടി പോകുമ്പോഴല്ലേ ഒരു ഭംഗി. അത് ശരിയാ, കുഞ്ഞുമത്തുണ്ടെങ്കിലേ നമുക്ക് ശരിയായ രീതിയിൽ അവിടെ എത്താൻ കഴിയുള്ളൂ. നമുക്ക് വഴിയൊന്നും അറിയില്ലല്ലോ. അത് ശരിയാ. പിന്നെ കുഞ്ഞുമത്തുണ്ടെങ്കിൽ ഒരു വൈബാവും. എന്നാ നമുക്ക് അലക്കാനുള്ളത് എടുക്കാം. നമുക്ക് അമ്മയോട് ചോദിക്കാം. അമ്മേ, 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 എന്താടി കിടന്ന് കാരണേ? ഞങ്ങൾ ഇന്ന് കുളത്തിലോട്ട് പോകട്ടെ അമ്മേ. പോയിക്കോളെ. ഏതായാലും ഇവിടുത്തെ വാഷിംഗ് മെഷീൻ കേടുന്നതാ. നിങ്ങൾ അതുകൊണ്ട് പോയിക്കോളൂ. അലക്കാനുള്ളത് കൊണ്ട് പോകാൻ കേട്ടോ, അല്ലാതെ ഇവിടുന്ന് പോകണ്ട. പിന്നെ അതുമല്ല, കറണ്ടും പിന്നെ ടാങ്കിയിൽ വെള്ളവും ഇല്ല. നിങ്ങൾ പോയിക്കോളൂ. ആമേ. പിന്നെ അന്ന് ഊജോബിന് കാട്ടി വെച്ച പണിയൊന്നും ഇവിടെ കാണിക്കരുത് കേട്ടോ. മര്യാദക്ക് പോയി വന്നോണം. ഇല്ല അമ്മേ, ഞങ്ങൾ കുഞ്ഞുമത്താനെയും കൊണ്ടാ പോകുന്നേ. അപ്പൊ നിങ്ങൾ ആദ്യം കുഞ്ഞുമത്താനെ വീട്ടിൽ പോകുന്നുണ്ടോ? പോകുന്നുണ്ട്, പക്ഷെ കേരത്തൊന്നുമില്ല. കുഞ്ഞുമത്താനെയും ഉസ്മാനെയും പാത്തുട്ടിനെയും വിളിച്ചിട്ട് പോണം. എന്നാ മക്കളെ നിങ്ങൾ പൊക്കോളൂ. ഉച്ച ആവുന്നതിന് മുമ്പ് തിരിച്ചു വന്നേക്കണം. നമുക്ക് പോകാം. കുട്ടികൾ വന്നാ നമുക്ക് പോവാ. പാത്തൂട്ടി ചിന്നൂനെ ഇവാനും വിളിച്ചിട്ട് ഓരെടുത്തിട്ട് ചെയ്യാം. അപ്പൊ ഇനി നമുക്കാണ് പോവാ. കുഞ്ഞുമത്താ, തിരുമ്പാനൊക്കെ എടുത്തുക്കണാ? ഈ പാത്തുട്ടി ഉസ്മാനോട്. പാത്തുട്ടിയാ, ഉസ്മാനേ, നിങ്ങൾ കിടന്ന് കാർമേങ്ങ കടത്തിയേ. അതിന് വേണ്ടി ഞാനും കാക്കും കൂടെ അവിടെ ഫോൺ കണ്ടിരിക്കുന്നു. അതൊന്ന് ഓഫാക്കി വേറെ എത്ര പണിയൊന്നും ഇല്ല. ഓഫാക്കി വന്നീരേ. എന്താ ഞങ്ങൾ ഇത്ര തിരക്കിട്ട് കാണണേ? വേറെന്താ, ഋഷു കാർട്ടൂൺസിന്റെ അമ്മാവേസ് മക്കളെ. നിങ്ങൾ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോണാ? ഇല്ല എല്ലിമ്മ, എന്നും ഇങ്ങനെ കാണലുണ്ട്. കണ്ടാൽ മാത്രം പോരാ, സബ്സ്ക്രൈബും ചെയ്യണം. എന്നാലേ ഓരോ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുള്ളൂ. വലിയ മഞ്ഞ് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തോണ്ടേ. എന്നാ നമുക്ക് പോവാം. നടത്തി പിടിച്ചോ മോളെ. അതാണ് പോണ്ടേ. ഇനിയും ഉണ്ടോ? നടന്ന് നടന്ന് കുഴഞ്ഞു. കുറച്ചൊക്കെ തടി കളിക്ക ടീച്ചറേ. ഇനി എല്ലാരും കൂടി ഇങ്ങോട്ട് വിളിക്കണ്ട. നടന്നൂടി. കൊളം.
ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ വാട്ടർഫോൾസ് ഭയങ്കര രസമാണെന്ന്. അതെ അതെ, നല്ല രസമുണ്ട്. ഇതേതാ വിവരണ്ട് കുട്ടികളെ? പോവാ. ഞങ്ങൾ വെപ്പാളത്തിലെ അലക്കാനുള്ള തുണി അവിടെ വെച്ച് മറന്നായിരുന്നു. ഞങ്ങൾ അതെടുത്തിട്ട് വരാവേ. അല്ല കുട്ടികൾ, നിങ്ങൾക്ക് പേടില്ല? പുലി ഉണ്ടാവും അവിടെ. ഏത് പുലി ഉണ്ടെങ്കിലും അത് ഞങ്ങൾ എടുത്തിരിക്കും. എന്നാ ഞങ്ങൾ കുട്ടികൾ പോയിക്കോളാം. നിങ്ങൾ ഉണ്ടാവും കൂടെ എടുത്തിട്ട് പോരിട്ടാ. ഇനി അഥവാ പുലിയെ കണ്ട കുട്ടികളെ കൊണ്ടാൻ വെക്കൂല. പഠിച്ചോനെ, ആ പുലിന്റെ വാല് കുളിക്ക് വേവ് കണ്ടപ്പോ തന്നെ മനസ്സിൽ ബേജാറായിക്കണേ. മനസ്സിലാ ഇവിടുന്ന് പോട്ടെ. ഞങ്ങൾ എന്താ കാട്ടി പോയിട്ടാ. മിണ്ടല്ലേ മിണ്ടല്ലേ, നീ പൊക്കോ. ഇനി ആരോട് പറയണ്ട. ചേച്ചിയോ? അല്ലടാ, നിന്റെ അപ്പൂപ്പൻ. ചേച്ചി എന്താ ഇവിടെ? ഞാൻ മാത്രമൊന്നുമല്ല, നീ അങ്ങോട്ടും തിരിഞ്ഞു നോക്ക്. എടുത്തയോ? അല്ലടാ, നിന്റെ കുഞ്ഞമ്മ. ഇതൊക്കെ ആരാ കൃഷ്ണ? ഈ ചേച്ചി ഞാൻ സ്കൂളിൽ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. എടി മണ്ടി, ഇതെന്റെ ചേച്ചിയാ. ആണോ? ഇതാരാടാ? പറയടാ. ഇത് എന്തൊക്കെയായിരുന്നു ചേലേ? ഡാൻസ് ഒക്കെ ആയിരുന്നല്ലോ. പറ, സത്യം പറയടാ. ചേച്ചി, സത്യം ഞാൻ പറയാം. ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ ഇഷ്ടത്തിലാ. അയ്യോ, മൊട്ടൊന്നും വിരിഞ്ഞിട്ടില്ല. ചേച്ചി പ്ലീസ് ഇതാരോടും പറയല്ലേ. പറഞ്ഞാൽ നീ എന്ത് ചെയ്യും? ഞാൻ ചേച്ചിയുടെ കാര്യം പറയും. എന്ത് കാര്യം? എടി, മറ്റവനില്ലേ നിന്റെ ന്യൂയോർക്കുള്ള അവന്. അതെങ്ങനെ ഇവൻ അറിഞ്ഞേ? അതെനിക്കറിയില്ല. ചേച്ചി ഇങ്ങനെ പബ്ലിക്കായിട്ട് വിളിച്ച് ആരും അറിയില്ലെന്ന് വിചാരിച്ചോ? ഞാൻ എല്ലാം അറിഞ്ഞിട്ടുണ്ട്. എന്റെ കാര്യം പറയും, ഞാൻ ചേച്ചിയുടെ കാര്യം പറയും. എന്റെ പേര് അശ്വതി. അച്ചു എന്ന് വിളിക്കും. കൃഷ്ണ അശ്വതി, നല്ല മാച്ചുള്ള പേരാ. താങ്ക് യു. മോളുടെ വീട് എവിടാ? എന്റെ വീട് ഇവിടെ അടുത്താ. അപ്പൊ അടുത്തുന്നേനായല്ലേ? പണി ഏറ്റിട്ടുണ്ട് മോളെ, ഞങ്ങൾ ആരോടും പറയത്തൊന്നുമില്ല കേട്ടോ. നാത്തോന്മാരെല്ലാം ഫിക്സഡ് ആയല്ലോ. മോളെ, ഞങ്ങളുടെ വീട്ടിലോട്ട് വരണോ? വേണ്ട വേണ്ട, പ്രശ്നമാകും. അത് ശരിയാ. എന്നാ മോള് പോയിക്കോ, വീട്ടിലോട്ട് വെക്കോ. കൊച്ചിനെ വീട്ടിൽ കൊണ്ടായി കൊടുത്തേ. നീ എന്തെങ്കിലും നോക്കി നിൽക്കുന്നേ? പെട്ടെന്ന് കൊണ്ടായി കൊടുക്കണം. ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം. മോളെ, ഇനി നമുക്ക് എവിടെ വെച്ചാലും കാണാം കേട്ടോ. ചേച്ചി ഞങ്ങളിവിടെ അടുത്തല്ലേ, നമുക്ക് കാണാലോ. അത് ശരിയാലേ. എന്നാ മോള് പൊക്കോ. അവൻ അറിഞ്ഞ കാര്യം ഇങ്ങനെയും അറിയാൻ സാധിച്ചു. അല്ലെങ്കിൽ ഞാൻ അവസരം കിട്ടി ഒറ്റിയേനെ. അല്ല, നിന്റെ പയ്യൻ എന്നാ വരാ? അത് ഇനിയും ഒരുപാട് സമയമെടുക്കും. അതിനു മുമ്പ് നിന്നെ കെട്ടിച്ചയച്ചില്ലെങ്കിൽ ഭാഗ്യം. അത് ഞാൻ സമ്മതിക്കോ? എന്റെ വരുണ് ഞാൻ കുറേ നാള് വെയിറ്റ് ചെയ്യും. നീ വല്ലാണ്ട് പറയണ്ട. നീയും ചേട്ടനും പ്രേമിച്ചല്ലേ കല്യാണം കഴിച്ചേ? അത് പിന്നെ വരുണെന്നെ എന്നാ കാണാൻ കഴിയാന്നറിയില്ല. അല്ല, അലക്കു ഡ്രസ് എടുക്കണ്ടേ? അതെ അതെ, നമ്മൾ അലക്കിയതുമില്ലല്ലോ. ഇല്ല, നമുക്കത് പോയി എടുക്കാം. വാ. കൃഷ്ണ, അതിലൂടെ പോയാൽ എന്റെ വീട്ടിൽ പെട്ടെന്ന് എത്താൻ പറ്റും. നമുക്കതിലൂടെ പോകാം.